Good morning, my dear students. Welcome to online classroom. Today we are discussing about a new topic, India's nuclear policy. ഇന്ത്യയുടെ ആണവ നയം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ അധ്യായത്തിൻ്റെ പേര് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളാണ്. വിദേശ ബന്ധങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ ആണവ നയങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിർബന്ധമായി നിങ്ങളിത് പഠിച്ചിരിക്കണം. നമ്മുടെ രാജ്യം ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യക്കുമെല്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു ഭാഗമാണ് ഇന്ത്യയുടെ ആണവ പരിപാടി എന്ന് പറയുന്നത്, ആണവ നയം. ഇന്ത്യയുടെ ആണവ നയത്തിന് തുടക്കം കുറിക്കുന്നത് 1940-ലാണ്. ആണവ നയത്തിൻ്റെ രൂപകൽപ്പന നൽകിയത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ നയത്തിന് രൂപകൽപ്പന നൽകിയത് നെഹ്റു ആണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചതും നെഹ്റു തന്നെയാണ്. ഇന്ത്യയുടെ ആണവ നയത്തിന് രൂപകൽപ്പന നൽകിയതും നെഹ്റു തന്നെയാണ്. 1940-ലാണ് ഇന്ത്യയിൽ ആണവ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഹോമി ജെ ഭാഭ ഒരാളെ പേരാണ്. ഹോമി ജെ ഭാഭ എന്നൊരാളുടെ നിർദ്ദേശത്തിന് അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലാണ് ഇന്ത്യയുടെ ആണവ പരിപാടിക്ക് 1940-ൽ തുടക്കം കുറിച്ചത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആണവ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആണവ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ അണുവായുധ നിർമ്മാണം വളരെ ഡേഞ്ചറാണ്, അത് അപകടമാണെന്ന് ഇന്ത്യക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അണുവായുധ നിർമ്മാണത്തിനെതിരായിരുന്നു നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾ. നെഹ്റു പറയുകയുണ്ടായി, ആണവ നിരായുധീകരണമാണ് ലോകത്ത് നടപ്പിലാക്കേണ്ടത്. അഥവാ അണ്വായുധങ്ങളൊന്നും നിർമ്മിക്കാൻ പാടില്ല, പകരം സമാധാനപരമായി ലോകത്തെ കൊണ്ടുപോകുകയാണ് വേണ്ടതെന്ന താല്പര്യമായിരുന്നു നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആണവ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങി. പല രാജ്യങ്ങളും ആണവ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങിയതോടുകൂടി ആയുധപുരകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ലോകത്ത് 1964-ൽ കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് ചൈന നടത്തിയതോടുകൂടി ലോകത്തിലെ മറ്റു പ്രബല രാഷ്ട്രങ്ങളായിട്ടുള്ള USA, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ കൂടി ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഇത്തരം പരീക്ഷണങ്ങൾ, ആണവായുധ പരീക്ഷണങ്ങൾ വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു പുതിയ കരാറ് ഉയർന്നു വരികയാണ്. 1968-ൽ അണ്വായുധ നിർവ്യാപന കരാർ എന്ന പേരിൽ ഒരു കരാർ തന്നെ ലോകത്ത് ഉയർന്നു വന്നു. 1968-ൽ അണ്വായുധ നിർവ്യാപന കരാർ. ഈ കരാർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നറിയോ? അണ്വായുധങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ ലോകത്ത് അണ്വായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും എന്ത് ചെയ്യാം, അതിൽ ഒപ്പുവെക്കുക എന്നതായിരുന്നു. പക്ഷേ ഈ കരാറിൽ വലിയ വിവേചനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സൂചിപ്പിച്ച 5 രാഷ്ട്രങ്ങൾ അണ്വായുധങ്ങൾ നിർമ്മിച്ച് കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ കരാറിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് എന്താണ്, അണ്വായുധം നിർമ്മിക്കാൻ പറ്റില്ല എന്നും അതേസമയം ഇത് നിർമ്മിച്ച ആളുകൾ അത് നിർമ്മിച്ച് കയ്യിൽ വെക്കുക എന്നുള്ള ഒരു വിവേചനപരമായ സമീപനം.
അതുകൊണ്ട് ആ വിവേചനപരമായ സമീപനത്തെ ഇന്ത്യ എതിർത്തു. കാരണം അതിനകത്ത് എന്തുണ്ട്? വിവേചനമുണ്ട്. ഈ കരാറിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെച്ചോണം. NPT എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. NPT, ട്രീറ്റി ഓൺ ദ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വീപ്പൺസ് എന്നാണ് NPTയുടെ ഫുൾ ഫോം. അഥവാ ആണവായുധങ്ങൾ വ്യാപിക്കാതിരിക്കാനുള്ള ഉടമ്പടി എന്നോ ആണവ നിർവ്യാപന കരാർ എന്നോ അറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ് NPT. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളണേ, പരീക്ഷയ്ക്ക് വൺ വേർഡായിട്ട് വരാറുണ്ട്. ഈ കരാറിന് ഇന്ത്യ എതിരായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആയിരുന്നു അതിൻ്റെ കാരണം. ഇത് വിവേചനമായിരുന്നു. ലോകത്ത് ഈ ഒരു കരാറ് ഒപ്പുവെക്കാൻ ഇന്ത്യ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഈ കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഏതായാലും അങ്ങനെ ലോകത്തിലെ പല രാഷ്ട്രങ്ങളും അണുവായുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും ഒരു സൈനിക ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയും പ്രതിരോധത്തിന് വേണ്ടിയും അതിൻ്റെ സൂചനയുടെ ഭാഗമായി ഇന്ത്യയും ആദ്യമായി ഒരു ആണവ പരീക്ഷണം നടത്തുകയുണ്ടായി. അണ്ടർലൈൻ ചെയ്തു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം 1974 മെയ് മാസം 18-നായിരുന്നു. 1974 മെയ് മാസം 18-നായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം. രാജസ്ഥാനിലെ പൊക്രാൻ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. രാജസ്ഥാനിലെ പൊക്രാനയിലായിരുന്നു ആദ്യമായി നമ്മൾ പരീക്ഷണം നടത്തിയത്. ആ ഒരു പരീക്ഷണത്തിന് നമ്മളൊരു നൽകിയ ഒരു രഹസ്യനാമമുണ്ട്. ഓരോ പരീക്ഷണത്തിനും ഒരു രഹസ്യനാമം. കാരണം ഇത് അണുവായുധ നിർമ്മാണമാണ്, അല്ലെങ്കിൽ ഒരു ആണവ പരീക്ഷണമാണ്. സ്വാഭാവികമായിട്ടും അത് രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ്. ഇതിൻ്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ ഒരു പേര് കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത്ര തന്നെ വിസ്ഫോടനപരമല്ലാത്ത അല്ലെങ്കിൽ വിസ്ഫോടനമുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം. സമാധാനപരമായിട്ടുള്ളൊരു വിസ്ഫോടനമായിട്ട് അതിനെ കാണുന്നു. അതുകൊണ്ടാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അത് നൽകാനുണ്ടായ കാര്യം. പിന്നീടും ഇന്ത്യ പല സമയങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആണവായുധ അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ പരീക്ഷണം ഇന്ത്യ നടത്തുന്നത് 1974-ലാണ്. 1974 എന്ന് പറയുന്നത് ഇന്ത്യ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും ഒക്കെ ഇന്ത്യ വേട്ടയാടിയ ഒരു കാലം. അതോടൊപ്പം തന്നെ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ലോകത്ത് ഓയിൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന പെട്രോളിൻ്റെ ഉൽപ്പന്നങ്ങൾ, എണ്ണവില അമിതമായി വർദ്ധിച്ചൊരു കാലം. ഓയിൽ ഷോക്ക് എന്ന് പറഞ്ഞതാണ് എണ്ണവില വർദ്ധിച്ചൊരു കാലം. ഇങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തിക കുഴപ്പങ്ങളും നാണയപ്പെരുപ്പവും ദാരിദ്ര്യവും ഇങ്ങനെ രാഷ്ട്രീയ പ്രതിസന്ധിയും എല്ലാം നേരിട്ട ഒരു കാലത്താണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ആണവ പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇന്ത്യ ആണവ നയത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ സൂചകമാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ NPT എന്ന് പറയുന്ന ഒരു കരാറിനെ, അന്തർദേശീയമായ ഉടമ്പടിയെ ഇന്ത്യ എതിർക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു ഉടമ്പടി ഉണ്ട്, CTBT എന്നാണ് അറിയപ്പെടുന്നത്. CTBT എന്ന് പറയുന്ന മറ്റൊരു ഉടമ്പടിയുണ്ട്. എന്താണ്? കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടിയും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? എതിർക്കുകയാണ്. ആ ഉടമ്പടിയിലും ഇന്ത്യ ഒപ്പുവെക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ NPTയും CTBTയും ഇങ്ങനെ രണ്ട് ഉടമ്പടികൾ, ഇന്ത്യയുടെ ആണവ കരാറുമായി ബന്ധപ്പെട്ട രണ്ട് ഉടമ്പടികൾ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഈ രണ്ട് ഉടമ്പടിയും ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഉടമ്പടികളാണ്. അതിനകത്ത് സങ്കുചിതമായ തീരുമാനവും വിവേചനപരമായ തീരുമാനമായതുകൊണ്ടാണ് ഇന്ത്യ ആ രണ്ട് വ്യവസ്ഥകളെയും ആ ഉടമ്പടികളെയും ഇന്ത്യ എതിർക്കാൻ കാരണമായത്. 1998 മെയ് 11, 13 തീയതികളിൽ ഇന്ത്യ പൊക്രാനയിൽ തന്നെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു 1974 മെയ് 18-ന്
എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാം ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നീട് രണ്ടാം പരീക്ഷണം 1998 ഇന്ത്യ നടത്തി. 1998 മെയ് 11, 13 തീയതികളിൽ പൊക്രാനയിൽ തന്നെയാണ് ഈ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇതറിയപ്പെടുന്നത് ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ്. പ്രത്യേകമായി അണ്ടർലൈൻ ചെയ്യുക. വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് എല്ലാ വർഷവും വരുന്ന ഒന്നാണ്. എന്താണ് ഓപ്പറേഷൻ ശക്തി എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ ശക്തി ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾ, രണ്ടാം ആണവ പരീക്ഷണത്തെയാണ് ഓപ്പറേഷൻ ശക്തി എന്ന് അറിയപ്പെടുന്നത്. അത് എവിടെ തന്നെയാണ്? പൊക്രാനയിൽ വെച്ച് തന്നെയാണ് നടന്നത്. 1998 മെയ് 13, 11 തീയതികളിൽ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ആണവ നിലപാട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വ്യക്തമായ ഒരു ആണവ നിലപാട് ഇന്ത്യക്കുണ്ട്. അണുആയുധങ്ങൾ ഒരിക്കലും ആദ്യം ഉപയോഗിക്കില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അണുആയുധങ്ങൾ എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച ഒന്നാണ്. പരിസ്ഥിതിക്ക് അതുണ്ടാക്കുന്ന ദോഷം എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അണുആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് താല്പര്യമില്ല. അത്തരം നയങ്ങളോട് ഇന്ത്യ എതിർക്കുന്നു. മാത്രമല്ല, ലോകത്ത് അണുആയുധ നിർവ്യാപനത്തിന് ഒപ്പം നിൽക്കാനാണ് ആർക്ക് താല്പര്യം? ഇന്ത്യക്ക് താല്പര്യം. പക്ഷേ NPT കരാറിനെ പോലെയുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അതിൻ്റെ കാരണം NPT കരാറ് ചില പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ കുത്തക താല്പര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കരാറായതുകൊണ്ടാണ് ഇന്ത്യ അതിൽ ഒപ്പുവെക്കാത്തത്. പക്ഷേ ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ചുകൊണ്ട് അണുആയുധ വിമുക്ത ലോകത്തെ കെട്ടിപ്പടുക്കാൻ ഇന്ത്യയും മറ്റു രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആഗോളതലത്തിലുള്ള ഈ ഒരു സമീപനത്തിൽ അഥവാ ആണവ നിരായുധീകരണ പദ്ധതിയിൽ ഇന്ത്യയും എന്ത് ചെയ്യുന്നുണ്ട്? പങ്കാളിയായി നിൽക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ഭാഗം കൂടി ഇന്ന് ചർച്ച ചെയ്ത അധ്യായം അവസാനിപ്പിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷിഫ്റ്റിംഗ് അലയൻസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു ഭാഗം. ലോകരാഷ്ട്രീയത്തിലെ മാറുന്ന സഖ്യങ്ങൾ എന്ന ഭാഗമാണ്. നമുക്ക് ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ചർച്ച ചെയ്യാനുണ്ട്. നമുക്കറിയാം, ഇന്ത്യ ആദ്യകാലങ്ങളിൽ എന്താണ് ചേരിചേരാ നയമാണ് പിന്തുടരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ പിൽക്കാലത്ത് 1977 ശേഷം ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലാത്ത ധാരാളം ഗവൺമെൻറ്റുകൾ വരികയുണ്ടായി. ഈ ഗവൺമെൻറ്റുകളെല്ലാം ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1977 ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പം ചേരിചേരാ നയം പിന്തുടരുകയും അതോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയനോട് മാത്രം കാണിക്കുന്ന അനുകമ്പയ്ക്ക് പകരം ചൈനയോടും അമേരിക്കയോടും താല്പര്യം കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഇന്ത്യയുടെ വിദേശ നയം എന്ത് ചെയ്യുന്നു? അതിൻ്റെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതാണ് ലോകരാഷ്ട്രീയത്തിലെ മാറുന്ന സഖ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലോകരാഷ്ട്രീയത്തിലെ മാറുന്ന സഖ്യങ്ങൾ ഇന്ന് പാകിസ്ഥാനുമായിട്ടും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടും ഇന്ത്യ വളരെ അടുത്ത ബന്ധമാണ് നിലനിർത്തുന്നത്. പാകിസ്ഥാൻ നമ്മുടെ കടുത്ത ശത്രു എന്ന് നമുക്ക് പറയാമെങ്കിലും പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇന്ത്യ ഇന്നും നിലനിർത്തുന്നുണ്ട്. കാശ്മീർ പ്രശ്നം 2 രാജ്യങ്ങൾക്കിടയിലെ ഒരു പ്രശ്നമായിട്ട് തുടരുമ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സാംസ്കാരിക കൈമാറ്റങ്ങൾ, പൗരന്മാരുടെ ചലനം. എന്താ പൗരന്മാരുടെ ചലനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ആളുകൾക്ക് പോകാം, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകൾക്ക് വരാം. അതുപോലെ തന്നെ സാമ്പത്തിക സഹകരണം, ഇതെല്ലാം ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ചെയ്തു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും ചെയ്തു വരുന്നുണ്ട്. അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇന്ത്യ ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചേരിചേരാ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മാറുന്ന സഖ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കാലക്രമേണ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നിന്ന് അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇന്ത്യയുടെ ആണവ നയം എന്ന് പറയുന്ന ഭാഗം, അതുപോലെ തന്നെ രണ്ടാമത് ലോകരാഷ്ട്രീയത്തിലെ മാറുന്ന സഖ്യം എന്ന് പറയുന്ന ഭാഗം. ഈ 2 ടോപ്പിക്കും നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.